ഹായ് ഓൾ, ഇന്ന് നമുക്ക് പച്ചക്കായ തോരൻ ഉണ്ടാക്കി നോക്കാം. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വാദേറിയ ഒരു പച്ചക്കായ തോരൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചക്കായ നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പച്ചക്കായ വേവുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു ചെറിയ ഉള്ളി, 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ഇലകൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കാന്താരി മുളകാണ്. കാന്താരി ആയ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും നമ്മുടെ തോരന്. അപ്പോൾ അതുപോലെ ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണ്ട, ഇതൊന്ന് ഒതുക്കിയെടുക്കുക മാത്രം ചെയ്താൽ മതി. കായ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അധികം ഉടയാതിരിക്കുന്നതാണ് തോരനെപ്പോഴും ടേസ്റ്റ് ഇരിക്കുക. ഒരുപാട് വെന്തുടഞ്ഞു പോയാൽ അത് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ പാകത്തിന് തന്നെ വേവിച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഒതുക്കിയെടുത്ത അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇളക്കാതെ നമുക്കൊരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ അരപ്പൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ അരപ്പൊന്ന് ചൂടായി വന്നിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ കായയിൽ ഒന്ന് പിടിക്കുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കടുക് താളിച്ചു കൊടുക്കാം. അതിനു വേണ്ടി ഒരു ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സ്വാദേറിയ പച്ചക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാം. ചോറുണ്ണാൻ ഈ കറി മാത്രം മതിയാവും. അത്രയും ടേസ്റ്റ് ഉള്ളൊരു തോരനാണ്.